നാളെ മുതൽ ഞാനാ നിങ്ങളെ സ്കൂളിലേക്ക് റെഡിയാക്കാൻ പോന്നെ. ചെറിയച്ഛൻ നിങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടേ വിടുകയും ചെയ്യും. അമ്മയെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ ഞങ്ങള് വന്നത്. അമ്മ എന്തെങ്ങനെ ഡള്ളായിരിക്കുന്നേ? അച്ഛൻ എന്താ എപ്പോഴും സീരിയസ് ആയിരിക്കുന്നേ? അച്ഛനും അമ്മയും തമ്മിൽ വീണ്ടും വഴക്കുണ്ടായോ ചെറിയമ്മേ? അവര് രണ്ടുപേരും തമ്മിൽ വീണ്ടും പിണക്കുവാണോ? അങ്ങനെയൊന്നും ഇല്ല മോളെ ചക്കി. അച്ഛനും അമ്മയും തമ്മിൽ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? അമ്മയെ അച്ഛന് അത്രയ്ക്ക് ഇഷ്ടമല്ലേ? അതുപോലെ അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടം. ഞങ്ങള് കൊച്ചുകുട്ടികളാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് വെറുതെ കള്ളം പറയണ്ട ചെറിയച്ച. അങ്ങനെയല്ല ചിക്കു, നിങ്ങളോട് എന്തിനാ കള്ളം പറയുന്നേ? സത്യം തന്നെയാ പറയുന്നേ. അച്ഛനും അമ്മയും തമ്മിൽ ഇവിടെ യാതൊരു വഴക്കും ഉണ്ടായിട്ടില്ല. അവര് തമ്മിൽ വഴക്കൊന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ അമ്മ അച്ഛനും എന്താ ഇത്ര സീരിയസ് ആയിരിക്കുന്നേ? അങ്ങനെ ചോദിക്കു ചക്കി. നിങ്ങൾ രണ്ടുപേരും കൊച്ചുകുട്ടികളായതുകൊണ്ട് ഇവരെ നിങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിക്കുക. മോം എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? അവരോട് വെറുതെ ഓരോന്ന് പറയണ്ട. പറഞ്ഞാലിപ്പ എന്താ പ്രശ്നം? എന്താ ചാരു, നീ കൊച്ചുകുട്ടികളുടെ ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നല്ലേ? കുട്ടികളോട് ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ? അമ്മേ പ്ലീസ്, ദയവ് ചെയ്ത് കുട്ടികളോട് ഒരു കാര്യവും പറയരുത്. അതെന്താ അവരോട് കാര്യം പറഞ്ഞ? അവരും ഈ വീട്ടിലുള്ളവരെന്നല്ലേ? മാത്രല്ല ഇത് അവരുടെ അച്ഛന്റെ അമ്മയുടെയും കാര്യമാണ്. ഇത് അവരെ അറിയാതെ വേറെ ആരാ അറിയേണ്ടത്? പിള്ളേര് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല മോം. ഈ കാര്യം ആദ്യം അറിയേണ്ടത് ഇവര് തന്നെയാണ് വിവേക്. ഇത് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഇവര് തന്നെയല്ലേ? ഈ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവര് രണ്ടുപേരും അറിഞ്ഞേ പറ്റൂ. പ്ലീസ് വേണ്ടമ്മേ, അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം ഇവർക്കായിട്ടില്ലല്ലോ. ദയവ് ചെയ്ത് അതൊന്നും പറയരുത്. ഇവരോട് പറയാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ദേ പിള്ളേരെ, നിങ്ങൾ ഇന്നലെ സ്കൂളിലേക്ക് പോയ സമയത്ത് ഈ വീട്ടിൽ വലിയൊരു പ്രശ്നം തന്നെയാ നടന്നത്. നിങ്ങളുടെ അമ്മയെ വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങളുടെ അച്ഛൻ മഞ്ജരിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. നാളെ മുതൽ നിങ്ങളുടെ അച്ഛൻ മഞ്ജരിയുടെ കൂടെയായിരിക്കും ജീവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അമ്മ ഇനി എങ്ങോട്ട് പോയാലും എവിടെ പോയി ജീവിച്ചാലും ആർക്കും അറിയേണ്ട കാര്യമില്ല. ദേ ചിക്കു, ഈ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നിന്റെ അമ്മ എങ്ങോട്ട് പോയാലും അമ്മയുടെ കൂടെ നീയും പൊക്കോണം. ചക്കി, ഇനി മുതൽ നിന്റെ അമ്മ മേഘനയല്ല, മഞ്ജരിയാണ്. നീ ഇനി മഞ്ജരിയെ മാത്രമേ അമ്മയെന്ന് വിളിക്കാൻ പാടുള്ളൂ. നീയും മേഘനയും തമ്മിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതാണ് സംഭവം. ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ? നിന്റെ അച്ഛനും അമ്മയും എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നെന്ന്. വേഗം ചെല്ല്. ചക്കി, ചിക്കു, മോം ഒരു മനുഷ്യ സ്ത്രീയല്ല, രാക്ഷസിയാ. കണ്ണിച്ചോരാന്ന് പറയുന്നൊരു സാധനമില്ല. ഇത്രയും പ്രായം വന്നിട്ട് എന്താ കാര്യമുള്ള? കൊച്ചുകുട്ടികളോട് ഏതാ എന്താ എങ്ങനെയാ പറയേണ്ടതെന്നുള്ള ബോധം പോലുമില്ല മോമിന്. ഇതിലിപ്പോ എന്താണ് തെറ്റ്? കുട്ടികളോട് എന്തിനാ നമ്മൾ വെറുതെ ഇതൊക്കെ മറച്ചു വെക്കുന്നത്? ഇപ്പോ ആ കാര്യങ്ങൾ കുട്ടികളെ അറിയിക്കേണ്ട എന്ത് കാര്യം ഉണ്ടായിട്ടാ അമ്മേ? ഇന്നല്ലെങ്കിൽ നാളെ അവര് അറിയുമല്ലോ. എപ്പോഴായാലും അവര് അറിയേണ്ട തന്നെയല്ലേ? അല്ല, നമ്മുടെ മിഥുൻ എവിടെയോ പോയി സൂസൈഡ് ചെയ്ത പോലെ നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യം എന്താ? അന്ന് ഈ രണ്ട് വിളഞ്ഞ വിത്തുകൾ തന്നെയാ മഞ്ജരിയുടെ മിഥുന്റെ കല്യാണം മുടക്കിയത്. ഇത്തവണ ഇവരെ തന്നെ സാക്ഷിയാക്കി അവരുടെ കല്യാണം നടക്കാൻ പോവുക. അതിനുവേണ്ടി എന്നെയാ പറഞ്ഞത്. അവിടെ നിക്ക്. ഡോറിപ്പ് എന്തിനാ ക്ലോസ് ചെയ്തത്? ഞങ്ങൾക്ക് അച്ഛനോട് സംസാരിക്കാനുണ്ട്. എന്താ ഇത്രയ്ക്ക് സംസാരിക്ക?
അത് ഞങ്ങളുടെ അച്ഛനോട് ഞങ്ങൾ പറഞ്ഞോളാം. നിങ്ങളുടെ അച്ഛന്റെ മൂഡ് അത്ര ശരിയല്ല. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. അങ്ങനെയൊക്കെ പറയാൻ മഞ്ചേരി ആരാ? നാളെ മിഥുൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നെയാ. എന്റെ അച്ഛന്റെ ഭാര്യ ഞങ്ങളുടെ അമ്മയായ മേഘനയാ. ഷട്ടപ്പ് ചാക്കി. മിഥുൻ മാത്രമാണ് നിന്റെ അച്ഛൻ. ആ മേഘന നിന്റെ അമ്മയൊന്നുമല്ല. ഇന്നു മുതൽ ഞാനായിരിക്കും ചക്കി നിന്റെ അമ്മ. ഞങ്ങളുടെ അമ്മയുള്ളിടത്തോളം മഞ്ചേരിക്ക് ഒരിക്കലും ഞങ്ങളുടെ അച്ഛനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഈ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന എന്തിനാ? ഒന്ന് പോവാൻ നോക്കി. ഞങ്ങൾ അച്ഛനോട് സംസാരിച്ചിട്ടേ പോവുള്ളൂ. പറഞ്ഞ നിങ്ങക്ക് മനസ്സിലാവില്ല അല്ലേ? മര്യാദക്ക് പോവാൻ നോക്ക. ശരി. മഞ്ജരി, ഇനി ഒരിക്കൽ കൂടി എന്റെ കുഞ്ഞുങ്ങളുടെ നേരെ കയ്യൊങ്ങിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. അവരും ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കായിരുന്നു. പിന്നെ വരാൻ പറഞ്ഞപ്പോ ഇപ്പൊ തന്നെ കണ്ടേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചതാ. അവരുടെ അച്ഛനുമായിട്ട് അവർക്ക് സംസാരിക്കാൻ നിന്റെ പെർമിഷന്റെ ആവശ്യമുണ്ടോ? മിഥുൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നെയാ. നാളെ ചിലപ്പോ മിഥുനെ നീ കാണണമെങ്കിൽ പോലും എന്റെ പെർമിഷൻ വേണ്ടി വരും. ഇതൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാ പോരെ, ഇപ്പൊ വേണ്ട. അതെന്താ? ഇപ്പോഴും നീയും ഈ പിള്ളേരും കൂടി ചേർന്ന് ഞങ്ങളുടെ കല്യാണം മുടക്കാന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത്രയും നാളും ഞാനാണ് മിഥുന്റെ പിന്നാലെ കല്യാണം കഴിക്കാൻ നടന്നത്. പക്ഷെ ഇപ്പോ മിഥുനാണ് എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനി നീയും ഈ കുട്ടികളും ഈ ഫാമിലി മൊത്തം വിചാരിച്ചാലും ശരി, നിങ്ങൾക്കിത് മുടക്കാൻ കഴിയില്ല. സത്യം പറഞ്ഞാ ഈശ്വരന് പോലും അത് മുടക്കാൻ കഴിയില്ല. കുട്ടികൾ ഈശ്വരന് തുല്യാണ് മഞ്ജരി. അവരുടെ മനസ്സ് ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. ഈശ്വരൻ പോലും നിന്നോട് പുറത്തുനിന്ന് വരില്ല. നിങ്ങളിങ്ങ് വന്നേ. മഞ്ജരി, എന്താ ഇവിടെ എന്തോ വർത്താനം കേട്ടല്ലോ? ആരാ വന്നത്? ഏയ്, ആരും വന്നില്ലല്ലോ. നീ പോയി കിടക്ക്, നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്ക്. അമ്മേ, അച്ഛനും മഞ്ചരിയും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോവാണോ? മഞ്ജിരി എന്റെ അമ്മയാകാൻ പോവാണെന്ന് ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ അമ്മ? ഞാനത് സമ്മതിക്കില്ല. അമ്മയും അച്ഛനും വീണ്ടും പഴയതുപോലെ പിരിയാൻ പോവാണോ? അച്ഛനും ചക്കിയും നമ്മുടെ അടുത്തുനിന്ന് വീണ്ടും അകന്നു പോവോ? മഞ്ജിരി എന്റെ അമ്മ ആകണ്ട അമ്മ. മേഘനാമ്മ എന്റെ അമ്മ. ഞാനും അച്ഛനും അമ്മയും ചിക്കും ഒരുമിച്ച് ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ ചക്കി. നമ്മൾ 4 പേരും എന്നും ഒന്നായിരിക്കും. അച്ഛനെ നമ്മളിൽ നിന്നും ആർക്കും പിരിക്കാനാവില്ല. മഞ്ജരി എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കരുത്. ആരെയും നിങ്ങൾ പേടിക്കാനും പാടില്ല. അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കും. കുട്ടികൾ ഇതെവിടെ പോയി? ഇത്രയും നേരത്തെ എഴുന്നേറ്റ് പോയോ? ചിക്കു, ചക്കി, ചക്കി, ചിക്കു, ചക്കി. എന്താ മേഘനെ? കുട്ടികള് മിഥുനേട്ടന്റെ മുറിയിലുണ്ടോ? ഇല്ല, രാത്രി അവര് നിന്റെ കൂടെയല്ലേ ഉറങ്ങിയത്? അവര് മുറിയിൽ കാണുന്നില്ല. ചിലപ്പോ ലോണിൽ കളിക്കുന്നുണ്ടായിരിക്കും. നോക്കിട്ട് വരാം. വിവേക്, കുട്ടികൾ പുറത്തുണ്ടോ? ഏയ് ഇല്ലല്ലോ ഏട്ടത്തി. എന്താ എന്താ എല്ലാരും ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്നേ? അതെ അച്ഛാ, കുട്ടികൾ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ലല്ലോ മോളെ. കുട്ടികൾ ഇത് എവിടെ പോയി എന്തോ. ചരു, നീ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കേ. ഞാൻ അകത്ത് പോയി നോക്കട്ടെ. ചിക്കു, ചക്കി, ചക്കി, ചിക്കു, നിങ്ങളിത് എവിടെയാ? എന്താ ആന്റി, രാവിലെ തന്നെ മേഘനയുടെ ബഹളമാണല്ലോ. എന്തോ, വാ പോയി നോക്കാം.
വിവേക് അവരെ കണ്ടോ? ഇല്ല അല്ല മോൾ കണ്ടോ ചാരു? കണ്ടോ ചാരു? അവരെവിടെയെങ്കിലും കാണുന്നില്ല ചേച്ചി. എന്തു പറ്റി മിഥുൻ? കുട്ടികളെ എവിടെയും കാണുന്നില്ല. ഒന്നും പറയാതെ ഇത് എങ്ങോട്ട് പോവാനാ? ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും, ഒന്ന് നോക്ക്. ഇത്ര രാവിലെ തന്നെ നമ്മളോടൊന്നും പറയാതെ കുട്ടികൾ ഇത് എങ്ങോട്ട് പോകാനാ മിഥുനേട്ടാ? ആ, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ മേഘനെ. അവരിവിടെ എവിടെയെങ്കിലും കാണും. വിവേക്, നീ പോയ CCTV ഫുട്ടേജ് നോക്കി. ആ ശരി. വെളുപ്പിനെ 4 മണിക്ക് തന്നെ 2 പേരും കൂടി പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ. ഇത് എങ്ങോട്ട് പോയതായിരിക്കും? ഈ സമയത്ത് ഇവരിത് എങ്ങോട്ട് പോയതായിരിക്കും? റണ്ണിങ്ങിനോ ജോഗിങ്ങിനോ ആയിരുന്നെങ്കിൽ ഞാനോ വലിയേട്ടനെ കൊണ്ടുപോയിരുന്നല്ലോ. അടുത്ത റോഡിലുള്ള പാർക്കില് കളിക്കാൻ അങ്ങനെ പോയതായിരിക്കോ? ഇല്ല ചാരു, എന്നോടൊരു വാക്ക് പോലും പറയാതെ അവരെങ്ങോട്ടും പോവില്ല. നിനക്കിതുവരെ ഒന്നും മനസ്സിലായില്ലേ മേഘനെ? പിള്ളേര് ഈ വീട് ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയതാ. എന്താ ഈ പറയുന്നത് ഡാഡ്? അവരെന്തിനാ ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നേ? അതിന്റെ ആവശ്യം എന്താ? ദേ നിൽക്കുന്നില്ലേ, ഈ മഞ്ജരി കാരണം ഇതെല്ലാം സംഭവിച്ചേ. ഇവളെ കാരണക്കാരി. ഞാൻ എന്ത് ചെയ്തു താങ്കൾ? എല്ലാ തെറ്റുകളും ചെയ്തത് നീയാണ്. കുട്ടികൾ ഈ വീട് വിട്ടു പോകാനുള്ള കാരണക്കാരി നീ തന്നെയാണ്. രാത്രി നീ കുട്ടികളെ വഴക്ക് പറഞ്ഞില്ലേ, ഉപദ്രവിച്ചില്ലേ? അവരുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. സത്യമാണോ മഞ്ജരി? നീ കുട്ടികളെ വഴക്ക് പറഞ്ഞോ? അവരോട് നീ എന്താ പറഞ്ഞെന്ന്? കുട്ടികളെ ഞാൻ എന്ത് പറയാനാ മിഥുൻ? നൈറ്റ് നീ ഉറങ്ങിക്കിടക്കായിരുന്നില്ലേ, അപ്പൊ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ടാന്ന് ഞാൻ അവരോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല മഞ്ജരി നീ അവരോട് പറഞ്ഞത്. എല്ലാത്തിനും സാക്ഷി മേഘനയാ. എന്താ സംഭവിച്ചത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മേഘനെ. മിഥുനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് മഞ്ജരി അവരോട് പറഞ്ഞോ ഇല്ലയോ? അത് കേട്ട് മനസ്സ് വിഷമിച്ച കുട്ടികൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് മിഥുൻ. എന്റെ കാര്യത്തിൽ നീയൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞുള്ളൂ. വെറുതെ കള്ളം പറയരുത് മഞ്ജരി. ഇനി കുട്ടികളുടെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് ഇന്നലെ നിന്നോട് ഞാൻ പറഞ്ഞതാ. അപ്പോ ഞാൻ കാരണമാണ് ആ കുട്ടികൾ ഇവിടുന്ന് പുറത്തു പോയെന്നാണ് നീ പറഞ്ഞു വരുന്നത്? എന്റെയും ഇതിന്റെയും കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി നീ കുട്ടികളെ വെച്ച് ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കുന്നതല്ലേ? ഇങ്ങനെയുള്ള ഡ്രാമ കളിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നാടകം കളിക്കുന്നതൊക്കെ നീയാണ്. സംഭവിക്കാത്തതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ്, ഇല്ലാത്ത പ്രഗ്നൻസി ഉണ്ടെന്ന് പറഞ്ഞ്
മിഥുനേട്ടന്റെ മനസ്സ് വെച്ച് നീ കളിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങൾക്കിടയിലൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? നീ അത് കണ്ടോ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് നിന്റെ മുന്നിൽ വെച്ചല്ലേ ഡോക്ടർ പറഞ്ഞത്? കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയിക്കുന്നതൊന്നും നിനക്കൊരു പുതിയ കാര്യമല്ലല്ലോ. ഒരു പെൺകുട്ടിയും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. കല്യാണം പോലും കഴിക്കാതെ അമ്മയായെന്ന് പറഞ്ഞ് മിഥുനേട്ടനെ നീ ബ്ലാക്ക്മെയിൽ ചെയ്യാ. നീ എന്താ ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയത്? എന്നെ കുറിച്ച് നീ എന്താ പറഞ്ഞേ? എന്താ മേഘനയുടെ നേരെ നീ കൈ ഉയർത്തുകയാണോ? ഇനി ഇതൊരിക്കലും ആവർത്തിക്കരുത്. എന്നീ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ മിഥുൻ? ഞാൻ അതപ്പതിച്ചതാണെന്ന് അവള് പറഞ്ഞു കേട്ടില്ലേ? നമുക്കിടയിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന് അവള് പറഞ്ഞു. അത് മേഘനയ്ക്ക് എന്റെ മേലുള്ള വിശ്വാസം കൊണ്ടാ. അവൾ ആദ്യം മുതൽ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ. അപ്പോ ഞാൻ കള്ളം പറയുന്നു എന്നാണ് ഈ പറയുന്നേ? ഞാനാണോ നാടകം കളിക്കുന്നേ? സത്യാണോ കള്ളമാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം ഞങ്ങളുടെ കുട്ടികളോടെ പോയി തിരക്കട്ടെ. അവരെവിടെ പോയിന്ന് ആർക്കും അറിയില്ല. വിവേകെ, നീ ഒന്ന് അവരെ സ്കൂളിൽ പോയി അന്വേഷിക്കേ. ശരി. ചാരു, നീ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കേ. മേഘനെ, വാ നമുക്ക് അവരെ അന്വേഷിക്കാം. എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടില്ല. കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ കാരണക്കാരി നീ ആയിരിക്കും മഞ്ജരി. ഇതിന് നിന്നോട് മേഘന ക്ഷമിച്ചാലും ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. നിന്നെ തീർത്ത് കളയും ഞാൻ. നീ എന്ത് കാര്യം ചെയ്തത് മഞ്ജരി? ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മിഥുന്റെ കല്യാണം നടക്കേണ്ടതല്ലേ? വെറുതെ ആവശ്യമില്ലാതെ എടുത്തു ചാടി കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവര് നീ ഇവിടുന്ന് എങ്ങോട്ടേക്കാ പറഞ്ഞു വിട്ടത്? ആന്റി ഇത് എന്തൊക്കെയാ പറയുന്നേ? കുട്ടികളെ ഞാൻ എങ്ങോട്ട് പറഞ്ഞയക്കാനാ? എനിക്കൊന്നും അറിയില്ല. സത്യമായിട്ടും നിനക്കൊന്നും അറിയില്ലല്ലോ. അല്ല, ഇനി ഈ പിള്ളേര് കാരണം നിന്റെ കല്യാണം ഒന്നുകൂടെ മുടങ്ങിപ്പോയാലോ? ഇത്തവണ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നീ തന്നെ കുട്ടികളെ ഇവിടുന്ന് എങ്ങോട്ടോ പറഞ്ഞു വിട്ടതാണെന്ന്. കുട്ടികൾ എനിക്ക് ഡേഞ്ചർ ആണെന്ന് അറിയാം ആന്റി. എന്നാലും മിഥുൻ എന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞതല്ലാതെ അത് കല്യാണാണെന്ന് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് കല്യാണാണെന്ന് അറിയുന്നത് വരെ ഞാൻ എന്തിനാ എടുത്തു ചാടുന്നത്? തീരുമാനം എടുത്തു എന്ന് പറയുമ്പോ കല്യാണം കഴിക്കാൻ പോവാൻ തന്നെയല്ലേ അർത്ഥം? ഇന്നലെ ഞാനും അത് തന്നെയാണ് മനസ്സിൽ വെച്ച് കുട്ടികളോട് സംസാരിച്ചത്. ആ കാര്യം ഇപ്പോഴാണ് പറയുന്നത്. എല്ലാവരും മുന്നിൽ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞാ എന്നെ എല്ലാരും വഴക്ക് പറയുമല്ലോ. ഇപ്പൊ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ കുറ്റക്കാരിയാക്കി. എന്ത് സംഭവിച്ചാലും അതല്ല എന്റെ പ്ലാനിങ് ആണോ? ഇത് മേഘനയുടെ പ്ലാൻ അല്ലെന്ന് എന്താ ഉറപ്പ്? ഉറപ്പെന്താണെന്ന് വെച്ചാ മേഘന കുട്ടികളെ ഉപയോഗിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു ചീപ്പ് ക്യാരക്ടർ അല്ല. അല്ല, ഈ പിള്ളേർ ഈ സമയത്ത് എങ്ങോട്ട് പോയോ എന്തോ. ഞങ്ങൾ എപ്പോ വിളിച്ചാലും സ്വാമി ഞങ്ങളുടെ മുമ്പിൽ വരാറില്ലേ? ഇപ്പോ ഇത്രയും വിഷമിച്ച് വിളിച്ചിട്ട് എന്താ വരാത്തെ? ഇത്രയും നാള് ഞങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പോഴൊക്കെ ഞങ്ങളുടെ മുന്നിൽ വന്ന് സ്വാമി ഞങ്ങളെ സർപ്രൈസ് ചെയ്യാറുള്ളതാ. ഇപ്പൊ എന്താ പറ്റിയത് ആഞ്ജനേയ സ്വാമി? പാവം എന്റെ അമ്മ. ഞാൻ ചെറുതായിരിക്കുന്നത് മുതൽ കാണുന്നതാ. എപ്പോഴും എന്റെ അമ്മയ്ക്ക് വിഷമവും കഷ്ടപ്പാടുകളും ഉണ്ടാവും.
ഇപ്പൊ പോലും എന്റെ അമ്മ അതുപോലത്തെ കഷ്ടപ്പാടിൽ തന്നെയാണ്. എന്റെ അമ്മയുടെ പ്രശ്നങ്ങളൊന്ന് തീർത്തതാ ആഞ്ജനേയ സ്വാമി. എന്റെ സ്വന്തം അമ്മ ആരാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ മേഘനാമ്മ തന്നെ എന്റെ ശരിക്കുള്ള അമ്മ. എന്റെ അമ്മയ്ക്ക് ഇനി ഒരു പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഒന്ന് വാ സ്വാമി, വേഗം വന്ന് ഞങ്ങൾക്കൊരു വഴി പറഞ്ഞതാ. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.